എന്തിനാണ് അമേരിക്കയ്ക്ക് വെനസ്വേല? ഉത്തരം ലളിതമാണ്. ലോകം പുതുവർഷത്തിന്റെ പുലരിയിലേക്ക് കണ്ണു തുറന്നപ്പോൾ കരീബിയൻ തീരങ്ങളിൽ മുഴങ്ങിയത് സമാധാനത്തിന്റെ മണികളല്ല, മറിച്ച് യുദ്ധവിമാനങ്ങളുടെ ഇരമ്പലായിരുന്നു. 26 ജനുവരി 3 ചരിത്രം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണശേഖരമുള്ള രാജ്യത്തിന്റെ പ്രസിഡന്റ് നിക്കോളാസ് മെഡുറോയെയും പത്നിയെയും അമേരിക്കൻ പ്രത്യേക സൈന്യം തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു. ഒരു സ്വതന്ത്ര രാഷ്ട്രത്തിന്റെ പരമാധികാരത്തിന് മേൽ ഓപ്പറേഷൻ ആബ്സല്യൂട്ട് റിസോൾവ് എന്ന പേരിൽ അമേരിക്ക നടത്തിയ ഈ കടന്നാക്രമണം വെറും നിയമപാലനമല്ല, അത് കൃത്യമായ അധിനിവേശമാണ്. ആരായിരുന്നു നിക്കോളാസ് മെഡുറോ? വെറുമൊരു ബസ് ഡ്രൈവറിൽ നിന്നും വെനസ്വേലയുടെ അമരത്തെത്തിയ പോരാളി, ഹ്യൂഗോ ഷാവേസ് എന്ന വിപ്ലവകാരിയുടെ വിശ്വസ്തനായ പിൻഗാമി. ഷാവേസിന്റെ മരണശേഷം 2013 അധികാരമേറ്റ മെഡുറോ സാമ്രാജ്യത്വ ശക്തികൾക്ക് മുന്നിൽ മുട്ടുമടക്കാൻ തയ്യാറായിരുന്നില്ല. വിയറ്റ്നാമിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത പറഞ്ഞും ഇറാഖിൽ ആണവായുധത്തിന്റെ നുണ പ്രചരിപ്പിച്ചും ലിബിയയിൽ ജനാധിപത്യം വാഗ്ദാനം ചെയ്തും കടന്നുകയറിയ അതേ അമേരിക്ക ഇന്ന് മെഡുറോയ്ക്ക് മേൽ ചാർത്തിയിരിക്കുന്നത് മയക്കുമരുന്ന് കടത്തെന്ന കുറ്റമാണ്. പണ്ട് പനാമയിൽ അവർ പയറ്റിയ അതേ തന്ത്രം. എന്തിനാണ് അമേരിക്കയ്ക്ക് വെനസ്വേല? ഉത്തരം ലളിതമാണ്. 300 ബില്യൺ ബാരലിലധികം വരുന്ന എണ്ണ ശേഖരം, കൂടാതെ സ്വർണം, ഇരുമ്പ്, വജ്രം, ആധുനിക സാങ്കേതിക വിദ്യയ്ക്ക് അത്യന്താപേക്ഷിതമായ കോൾട്ടൺ തുടങ്ങിയ അപൂർവ ധാതുക്കൾ. ഏകദേശം $14 ട്രില്യൺ മൂല്യമുള്ള പ്രകൃതി വിഭവങ്ങളാണ് വെനസ്വേലയുടെ മണ്ണിലുള്ളത്. അമേരിക്കൻ പ്രസിഡന്റ് തന്നെ പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഇനി വെനസ്വേലയുടെ എണ്ണ സമ്പത്ത് അമേരിക്കൻ കമ്പനികൾ നിയന്ത്രിക്കും. ജനാധിപത്യം സ്ഥാപിക്കാനെന്ന വ്യാജേന വന്നവർക്ക് ലക്ഷ്യം വെനസ്വേലയുടെ കറുത്ത പൊന്നു മാത്രമാണ്. വലതുപക്ഷ മാധ്യമങ്ങൾ ഈ അധിനിവേശത്തെ വിമോചനം എന്ന് വിളിക്കുമ്പോൾ സമാധാനകാംക്ഷികളിൽ ഇതിനെ ആഗോള ഭീകരതയായി കാണുന്നു. അന്താരാഷ്ട്ര നിയമങ്ങളെ കാറ്റിൽ പറത്തി ഒരു രാഷ്ട്രത്തലവനെ തടവിലാക്കി കൊണ്ടുപോയ അമേരിക്കയുടെ നടപടി ലോകത്തിന് നൽകുന്ന സന്ദേശം ഭയാനകമാണ്. തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങാത്ത രാജ്യങ്ങളെ നുണകൾ പ്രചരിപ്പിച്ച് തകർക്കുക എന്ന പഴയ സാമ്രാജ്യത്വ നയം ഇവിടെയും വിജയിച്ചിരിക്കുന്നു. റഷ്യയും ചൈനയും ഉയർത്തുന്ന വെല്ലുവിളികളെ നേരിടാൻ ലാറ്റിൻ അമേരിക്കയിൽ ഒരു ഉറച്ച താവളം അമേരിക്കയ്ക്ക് അനിവാര്യമായിരുന്നു. അധിനിവേശത്തിനെതിരായ വെനസ്വേലയുടെ ഈ വീരോചിതമായ ചെറുത്തുനിൽപ്പിന് നമുക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാം. ആയുധബലം കൊണ്ട് ഒരു ജനതയെ തളച്ചിടാൻ കഴിയില്ലെന്ന് ചരിത്രം തെളിയിച്ചിട്ടുള്ളതാണ്. നുണകൾ കൊണ്ട് കെട്ടിപ്പൊക്കിയ ഈ സാമ്രാജ്യത്വ കോട്ടകൾ എന്തെങ്കിലും തകരുക തന്നെ ചെയ്യും. നമുക്ക് കാത്തിരുന്നു കാണാം.